ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത ശേഷം ഇത് രണ്ടാക്കി മുറിച്ച് അകത്ത് കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാം. ഞാനെടുത്ത പപ്പായയിൽ കുരുവൊന്നുമില്ല. ഞാനിത് നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഇതേപോലെ മുറിച്ചെടുത്ത് പപ്പായയുടെ കുരു വരുന്ന സൈഡിലുള്ള ആ വെള്ള ഭാഗം കൂടി ഒന്ന് കളഞ്ഞെടുക്കണം. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ടൂട്ടി ഫ്രൂട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിൽ എല്ലാ പീസും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പപ്പായ പകുതി വെന്താൽ മതി. ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് പഞ്ചസാര അലിയുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പപ്പായ ചേർത്ത് പഞ്ചസാര കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് വരെ, ഒരു നൂൽ പരിവം അങ്ങനെയൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ മതി. അതുവരെ ഒന്ന് കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും. അതിനുശേഷം നമുക്കിത് ഓരോ ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 1 ഡ്രോപ്പ് യെല്ലോ കളറും 1 ഡ്രോപ്പ് ഗ്രീൻ കളർ, അതേപോലെ 1 ഡ്രോപ്പ് റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു 10 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിത് രാത്രി ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് ഇതെടുക്കുന്നത്. ഞാനിത് പിറ്റേന്ന് രാവിലെയാണ് ഇതെടുക്കുന്നത്. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് എല്ലാം ഓരോ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ഇനി വേറെ ടിഷ്യൂ പേപ്പറിലേക്കാക്കി ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.